ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 6 പീപ്പിൾ ബൈ ദ പീപ്പിൾ. അപ്പോൾ എന്താണ്, നമ്മളിന്ന് പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പീപ്പിൾ ബൈ ദ പീപ്പിൾ. എന്താണ്, ജനങ്ങൾ ജനങ്ങളാൽ. അപ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷനെയും അതുപോലെ ഡെമോക്രസിനെയും ഒക്കെ കുറിച്ച് പറയുന്ന ഒരു ലെസണാണ് ഇത്. അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ ലെസൺസും അതിൻ്റെ ആക്ടിവിറ്റീസും അതിൻ്റെ നോട്ട്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 6ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കി നോക്കാം. പീപ്പിൾ ബൈ ദ പീപ്പിൾ. Heated discussion on development. Student friendly parliament provide a novel experience. അപ്പോൾ എന്താണ്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു ചൂടേറിയ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആരാണ്? സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പാർലമെൻറ്റ് പ്രൊവൈഡ് എ നോവൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പാർലമെൻറ്റിലാണ് ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. മഞ്ചാടിമല. ദി സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് consisting of selected children of the panchayat as members attracted public attention. അപ്പോൾ എന്താണ്, ഒരു പഞ്ചായത്തിലെ കുറച്ച് സ്റ്റുഡൻസ് പഞ്ചായത്ത് മെമ്പേഴ്സ് ആയിട്ട് എന്താണ് ഒരു പാർലമെൻറ്റ് പോലെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മെനി ഡിമാൻഡ്സ് ലൈക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫുട് പാത്സ്, സ്ലാബ് ഓവർ ടു ഡ്രെയിൻസ്, controlling stray dog menace, installing street lights, devising garbage disposal schemes and making parks were raised in the parliament. അപ്പോൾ ഈ പാർലമെൻറ്റിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫുട് പാത്ത് നിർമ്മിക്കുക, അതുപോലെ ഈ ഓടകളൊക്കെ സ്ലാബ് വെച്ച് കവർ ചെയ്യുക, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കുക, അപ്പോൾ ഇതുപോലെ പാർക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ആവശ്യപ്പെട്ടത്. The Panchayat President inaugurated the meeting. അപ്പോൾ ഈ മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. The President assured that the demands put forward by the student-friendly parliament would be discussed in the next governing body meeting. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നെക്സ്റ്റ് ഗവർണിംഗ് ബോഡിയിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റ് അവർക്ക് ഉറപ്പ് നൽകി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. Did you notice the above newspaper report? What demands regarding the developmental activities of the panchayat did the children raise in the parliament? അപ്പോൾ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് ഈ കുട്ടികൾ ഉന്നയിച്ചത്? അപ്പോൾ എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ ഓഫ് ഫുട് പാത്ത് ഉണ്ടാക്കുക, അതുപോലെ സ്ലാബ്സ് കവർ ടു ഡ്രെയിൻസ്, കൺട്രോളിങ് സ്ട്രേ ഡോഗ് മെനൻസ്, ഇൻസ്റ്റാളിങ് സ്ട്രീറ്റ് ലൈറ്റ്സ്, ഡിവൈസിങ് ഗാർബേജ് ഡിസ്പോസൽ സ്കീംസ്, മേക്കിംഗ് പാർക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേലെ കണ്ടതാണ്. അത് ജസ്റ്റ് ഇവിടെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് എന്താ? ദ പഞ്ചായത്ത് ഇൻ്റർവെൻഡ് സൊല്യൂഷൻ ടു ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ എന്താണ്, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അത് പഞ്ചായത്ത് ശരിയാക്കി. സർവീസ് ഓഫ് ഡോക്ടേഴ്സ് വിൽ ബി എൻഷുർഡ് എവറി ഡേ അറ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പറയുന്നതാണ് എന്ത്, ഈ ഡോക്ടേഴ്സിൻ്റെ സർവീസസ് എല്ലാ ദിവസവും പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വേണം. ദ കൗൺസിലർ അഷ്യൂർഡ് ദാറ്റ് ദ പ്രൊപ്പോസൽ റേസ്ഡ് ഇൻ ദ വാർഡ് അസംബ്ലി വുഡ് ബി കൺസിഡർ ഓൺ പ്രയോറിറ്റി ബേസിസ്. അപ്പോൾ എന്താണ്, പ്രയോറിറ്റി ബേസിൽ കൗൺസിലർ അഷ്യൂർ ചെയ്തിട്ടുള്ള പ്രൊപ്പോസൽസൊക്കെ ശരിയാക്കും. കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ അനൗൺസ്മെൻറ്റ് സൂൺ. ദ പ്രോബ്ലം ഓഫ് ഗാർബേജ് ഓൺ ദ റോഡ് സൈഡ്. പീപ്പിൾ ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് CCTV ക്യാമറാസ്. അപ്പോൾ എന്താണ്, ജനങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് CCTV ക്യാമറ വെക്കാനായിട്ട് പറഞ്ഞു. The important discussions that arose and decision taken in the Grama Sabha, Ward Sabha of an area are given above. അപ്പോൾ എന്താണ്, നമ്മുടെ ഗ്രാമസഭയിലും വാർഡ് സഭയിലും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന അവരുടെ ഡിസിഷൻസും ആ ഒരു ഡിസ്കഷനും ഒക്കെയാണ്. അതിൽ ഓരോ പോയിൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹിയർ പീപ്പിൾ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ്, ആ
അപ്പോൾ ഇതിലെങ്ങനെയാണ് ജനങ്ങൾ ഡയറക്റ്റായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലൊക്കെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിലൂടെ എന്താണ് പ്രവർത്തിക്കുകയാണ്. ദസ് ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ദംസെൽസ് ഓർ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് മേക്ക് ഡിസിഷൻ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഈസ് കോൾഡ് ഡെമോക്രസി. എന്താണ് അപ്പോൾ ഒരു സിസ്റ്റം, ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ദംസെൽസ് ഓർ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഒന്നില്ലെങ്കിൽ ആ പീപ്പിൾ ഒറ്റയ്ക്ക് തന്നെ അല്ലെങ്കിൽ അവർ തന്നെ അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഇങ്ങനെ ഈ ജനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളോ എന്ത് ചെയ്യും, ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലൊക്കെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഡെമോക്രസി. എന്താണ് കൂട്ടുകാരെ, ഡെമോക്രസി. ഇനി എന്താണ്, രണ്ടും എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ അബ്രഹാം ലിങ്കൻ്റെയും മഹാത്മാഗാന്ധിയും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചു. ഇനി എന്താ, ഇൻ സെർച്ച് ഓഫ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി, ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി നോക്കി നോക്കാം. അപ്പോൾ എന്താണ്, ഒരു മാപ്പ് ഉണ്ട്. ഹാവ് യു നോട്ടീസ് ദ മാപ്പ് ഓഫ് യൂറോപ്പ് ഈവൻ എബവ്. അപ്പോൾ എന്താണ്, യൂറോപ്പിൻ്റെ മാപ്പാണ് തന്നിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ 2 countries which are marked as A and B in the outline of the map. അപ്പോൾ എ എന്ന് പറയുന്നത് ഏതൻസും ബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമാണ്. These countries have special features with regard to the origin of democracy. Shall we examine them? അപ്പോൾ ഈ കൺട്രീസിന് എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ ഡെമോക്രസി ഒറിജിൻ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ നോക്കി നോക്കാം. ദ ഏർലിയർ ഫോം ഓഫ് ഡെമോക്രസി എമേർജ്ഡ് അറ്റ് ആഥൻസ് ഇൻ ഗ്രീസ്. അപ്പോൾ ആദ്യമായിട്ട് ഡെമോക്രസി എമേർജ് ചെയ്തത് എവിടെയാണ്, ആഥൻസിലാണ്, ഗ്രീസ്. ആഥൻസ് ഇൻ ഗ്രീസ്, ആഥൻസിൽ തന്നെ ഗ്രീസിലാണ്. ഓൾദോ all classes of the population were not included in the decision-making process of public affairs. Athens played a crucial role in shaping the concept of democracy. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഡെമോക്രസിയിൽ തന്നെ എല്ലാ സെക്ഷൻസ് ഓഫ് പീപ്പിളും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡെമോക്രസിയിൽ ഒരു ക്രൂഷ്യൽ റോള് തന്നെ ആരാണ്, ആഥൻസ് വഹിച്ചിട്ടുണ്ട്. ടുഡേയ്സ് കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ പാർട്ടായിട്ടുള്ള ഇംഗ്ലണ്ടിലാണ് ആദ്യം എന്താ ഇപ്പോഴത്തെ ഡെമോക്രസിയുടെ കോൺസെപ്റ്റ് വന്നത്. ദി സിസ്റ്റം ഓഫ് ഇലക്ഷൻ, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് വർ ഓൾ ഫോംഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഡെമോക്രസിയിലുള്ള ഇലക്ഷനും അതുപോലെ ഗവൺമെൻറ്റും പാർലമെൻറ്റും ഇതെല്ലാം വന്നത് എവിടുന്നാണ്, ഇതെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നാണ് വന്നത്. ഓക്കെ, ഫൈൻഡ് മോർ ഡീറ്റെയിൽ അബൌട്ട് ഗ്രീസ് ആൻഡ് ഇംഗ്ലണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ടീച്ചറോട് ചോദിച്ചറിയുക. അപ്പോൾ ഇനി അടുത്തത് ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, കൂട്ടുകാർ വായിച്ചു നോക്കുക. ഇനി അടുത്തത് എന്താ, വാട്ട് ആർ ഗ്രാമസഭാസ്. അപ്പോൾ എന്താണ് ഗ്രാമസഭാസ്, അതൊന്ന് വായിച്ചു നോക്കുക. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഗ്രാമസഭ മീറ്റിംഗ്. അപ്പോൾ ഒരു ഗ്രാമസഭ മീറ്റിങ്ങിൻ്റെ പിക്ചറാണ്. ട്രാഫിക് ലൈറ്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ അവർ ജംഗ്ഷൻ. അപ്പോൾ ഒരാൾ പറയുകയാണ് എന്ത്, ഞങ്ങളുടെ ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് വെക്കണം. അപ്പോൾ അടുത്ത ആൾ എന്താ പറയുന്നത്, ഡ്രിങ്കിങ് വാട്ടർ ഇഷ്യൂ ഷുഡ് ബി സോൾവ്ഡ്. അപ്പോൾ എന്താണ്, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഇനി അടുത്ത ആളെന്താ പറയുന്നത്, സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ വെജിറ്റബിൾ കൾട്ടിവേഷൻ, ഷുഡ് ബി ഇഷ്യൂഡ് ഫോർ വെജിറ്റബിൾ കൾട്ടിവേഷൻ. എന്താണ്, സീഡ്സും ഫെർട്ടിലൈസേഴ്സും ഈ വെജിറ്റബിൾ കൃഷിയൊക്കെ നടത്താനായിട്ട്, കൃഷിയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സീഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഇവിടുന്ന് തരണം. അങ്ങനെ പല ജനങ്ങളുടെ ആവശ്യങ്ങളാണ് അവർ ഈ ഗ്രാമസഭ മീറ്റിങ്ങിൽ പറയുന്നത്.
In the Grama Sabha, people get chance to express their opinion directly on administrative matters and participate in the decision making process. അപ്പോൾ എന്താണ് ഈ ഗ്രാമസഭയിൽ എന്താണ് ഈ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി എന്താ ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്താണെന്ന് നോക്കി നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫെയർസ്. അപ്പോൾ എന്താണ് ഈ ജനങ്ങൾ ഡയറക്റ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അഫെയർസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി പോസിബിൾ ഇൻ ഏരിയാസ് വിത്ത് എ റിലേറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ആൻഡ് ലിമിറ്റഡ് ലാൻഡ് ഏരിയ. അപ്പോൾ ഇത് പൊതുവെ യൂഷ്വലായിട്ട് എവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറവുള്ള സ്ഥലത്തും അതുപോലെ തന്നെ കുറച്ച് ഏരിയ ഉള്ള സ്ഥലത്തുമാണ്. ഇനി മോർ ഇൻഫോർമേഷൻ അബൌട്ട് ഗ്രാമസഭ. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ പോയിൻ്റ് തന്നെ എഴുതാം. ഇൻ ദ ഗ്രാമസഭ പീപ്പിൾ ഗെറ്റ് ചാൻസ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ പങ്കെടുക്കാനും ദെൻ എന്താണ് ഡയറക്റ്റായിട്ട് ഓരോ ഡിസിഷൻ ഉണ്ടാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ ഒബ്സർവ് ദ പിക്ചർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എവറി പഞ്ചായത്ത് ഓഫ് മൈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ എന്താണ് ഒരാളുടെ ആവശ്യം പറയാണ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ത് ചെയ്യണം എവറി പഞ്ചായത്ത് ഓഫ് മൈ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ പഞ്ചായത്തിലും സെൻറ്റർ വെക്കണം, വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ വെക്കണം എന്നുള്ള ആളുടെ ആവശ്യമാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താ ഇൻഡയറക്റ്റ് ഡെമോക്രസി റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്താ ഈസ് എ ഫോം ഓഫ് ഡെമോക്രസി ഇൻ വിച്ച് representatives who are elected by the people rule on behalf of the people. In countries with a large population and geographical area like India, the practical way of government is representative democracy. അപ്പോൾ representative democracy എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡെമോക്രസിയുടെ ഫോമാണ് in which representatives who are elected by the people rule on behalf of the people. ഇൻ കൺട്രീസ് വിത്ത് ലാർജ്, അപ്പോൾ ഇത് പൊതുവെ നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ലാർജ് പോപ്പുലേഷനും അതുപോലെ തന്നെ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ഒക്കെ ഉള്ള സ്ഥലത്താണ് പൊതുവെ ഇങ്ങനത്തെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി നടക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇന്ത്യ. ഇനി എന്താ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കമ്പയറിങ് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി ഇൻഡയറക്റ്റ് ഡെമോക്രസിയും ഒന്ന് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഡയറക്റ്റ് ഡെമോക്രസിയിൽ നമുക്ക് പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ്, മോർ ട്രാൻസ്പാരൻറ്റ്, പോസിബിൾ ഇൻ കൺട്രീസ് വിത്ത് ലിമിറ്റഡ് ലാൻഡ് ഏരിയ. അപ്പോൾ ഇതൊക്കെ എഴുതാൻ പറ്റും. ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ എക്സിസ്റ്റ് ഇൻ കൺട്രീസ് വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻ, പീപ്പിൾ ഇലക്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ടു മേക്ക് ലോസ് ആൻഡ് പോളിസീസ് പ്രാക്ടിക്കൽ ഇൻ ലാർജ് കൺട്രീസ്. ഓക്കെ, let's find out more countries. India is the largest democratic country in the world. അപ്പോൾ ഇന്ത്യയാണ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി, ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇൻ സൗത്ത് അറേബ്യ ന്യൂ കിങ്സ് born in democratic rule comes to an end in Afghanistan. Participatory democracy still prevails in Switzerland. അപ്പോൾ എന്താണ് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് തന്നിട്ടുള്ളത്.
കൊടുത്തിട്ടുള്ളത്. From this, find out the countries that have democratic system of government. Add the names of more democratic countries to the list. അപ്പോൾ എന്താണ് ഡെമോക്രാറ്റിക് കൺട്രീസിൻ്റെ കുറച്ച് കൺട്രീസ് ഏതാണ്? നമ്മളിപ്പോൾ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് എഴുതാം സ്വിറ്റ്സർലാൻഡ്, ഉറുഗ്വൈ, ന്യൂസിലാൻഡ് ഒക്കെ എഴുതാം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസിൽ നമുക്ക് ഇന്ത്യ, അമേരിക്ക, ജർമ്മനി ഒക്കെ എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. അപ്പോൾ ആർക്കായിരിക്കും സുപ്രീം പവർ? ജനങ്ങൾക്കായിരിക്കും. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. അപ്പോൾ ഇലക്ഷൻസ് ഒക്കെ ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കും. ആൻഡ് ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് ദ ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ്റിനെ ഒക്കെ ഇങ്ങനെ വിമർശിച്ചിട്ട് മെച്ചപ്പെടുത്താനായിട്ട് ഒരു പ്രതിപക്ഷം കൂടെ ഉണ്ടായിരിക്കും. ദ റൂൾ ഓഫ് ലോ എൻഷോഴ്സ് ഈക്വാലിറ്റി ബിഫോർ ലോ, ഇൻഡിപെൻഡൻറ്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെൻറ്, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. എന്താണ് റൂൾ എന്ന് പറയുന്നത്? എല്ലാവർക്കും തുല്യമാണ്. അപ്പോൾ തുല്യത ഉറപ്പ് വരുത്തും. അതുപോലെ തന്നെ എന്താണ് ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഉണ്ടായിരിക്കും. നമുക്ക് ജനങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നിഷ്പക്ഷ മീഡിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഒരു നീതിന്യായ വ്യവസ്ഥ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് എന്താ? ത്രൂ ഇലക്ഷൻസ്. അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് നമുക്ക് അറിയാവുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ. അപ്പോൾ എന്താണ്? ലുക്ക് അറ്റ് ദ ഇമേജസ് ഗിവൺ വിച്ച് ആർ റിലേറ്റഡ് ടു ഇലക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സാണ് ഇതൊക്കെ. ഹാവ് യു ഗോട്ട് എ ചാൻസ് ടു കാസ്റ്റ് യുവർ വോട്ട് ഇൻ ആൻ ഇലക്ഷൻ? How are vote cast in school parliament election? Your parents cast their vote in general elections, don't they? അപ്പോൾ എന്താണ് കൂട്ടുകാർക്ക് ഇന്നേ വരെ എലക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ? അപ്പോൾ എന്താണ് നമ്മൾ സ്കൂൾ പാർലമെൻ്ററി എലക്ഷൻസിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. യുവർ പാരൻസ് കാസ്റ്റ് ദ വോട്ട്സ് ഇൻ ജനറൽ ഇലക്ഷൻസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പാരൻസ് എന്താണ് ജനറൽ ഇലക്ഷൻ, സാധാരണ നമ്മുടെ അവിടെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഇലക്ഷനിൽ എന്താണ് വോട്ടൊക്കെ രേഖപ്പെടുത്തും. ഇനി എന്താ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇസ് എ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻസ് ഫോർ എവ്രി വൺ ഹു ഹാസ് റീച്ച്ഡ് എ സർട്ടൻ ഏജ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു ഏജ് ഉണ്ട്, ആ ഏജ് എത്തിയവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ട്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അൺടിൽ 1989 ദ മിനിമം ഏജ് ഓഫ് ദ വോട്ടർ ഇൻ ഇന്ത്യ വാസ് 21 years. നൗ ഇറ്റ് ഈസ് 18 years. അപ്പം മുന്നേ എത്ര വയസ്സായിരുന്നു? വോട്ട് ചെയ്യാൻ 21 വയസ്സ് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ എത്ര വയസ്സ് മതി? 18 വയസ്സ് മതി. ഇലക്ഷൻ വേരിയസ് സ്റ്റേജസ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ്റെ വേരിയസ് സ്റ്റേജസ് ആണ്. സ്കൂൾ പാർലമെൻറ്റ് മോഡൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. അപ്പോൾ സ്കൂളിൽ എന്താണ് പാർലമെൻറ്റ് മോഡൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് നോമിനേഷൻ ജൂലൈ 31 അപ് ടു 4 PM ആണ്. ഡേറ്റ് ഓഫ് വെരിഫിക്കേഷൻ അങ്ങനെ എന്താ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ബൈറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ ആർ ഗിവൺ ഓൺ ദ നോട്ടീസ് ബോർഡ് റിലേറ്റഡ് ടു സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷനാണ് കൊടുത്തിട്ടുള്ളത്? ലിസ്റ്റ് ദം. അപ്പോൾ അവ ലിസ്റ്റ് ചെയ്തിട്ട് എഴുതുക. Submission of nomination, verification and scrutiny of nomination, withdrawal of nomination, publication of final list of candidates, polling. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും.
അപ്പോൾ ഇനി എന്താ, ഇനി നമ്മുടെ ഇലക്ഷൻ്റെ വേരിയസ് സ്റ്റേജസ് ആണ് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, എന്താണ് ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, ഇലക്ഷൻ ക്യാമ്പയിൻ, പോളിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇലക്ഷൻ്റെ വേരിയസ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക്, എന്തിനാണ് നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ്, അപ്പോൾ ഗവൺമെൻറ് ഫോം ചെയ്യും. ഓൾ ആർ റെപ്രസെൻറ്റഡ്, എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്യും. റൂളേഴ്സ് ആർ മോൾഡഡ്, എന്താണ് ഓരോ റൂളേഴ്സ് മോൾഡ് ചെയ്തിട്ട് വരും. സ്ട്രെങ്തൻ ഡെമോക്രസി ഒന്നും കൂടി സ്ട്രെങ്ത് ആവും. എഡ്യൂക്കേറ്റ്സ് വോട്ടേഴ്സ്, എന്താണ് വോട്ടേഴ്സ് ഒന്നും കൂടി എഡ്യൂക്കേറ്റ് ആവും. ഓക്കെ, ഇനി എന്താ ഡെമോക്രസി ആസ് എ വേ ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ്, ഒരു ഫാമിലി ഫുഡ് കഴിക്കുമ്പോഴുള്ള കുറച്ച് കോൺവെർസേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഷാൽ വി ഗോ ഫോർ എ ട്രിപ്പ് ഡ്യൂറിങ് ദിസ് ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ എന്താണ്, കുട്ടി ചോദിക്കുകയാണ് നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ എങ്ങനെയെങ്കിലും ട്രിപ്പ് പോയാലോ. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, യെസ് വി ക്യാൻ വോട്ട് ടു. അപ്പോൾ എന്താണ്, നമുക്ക് എങ്ങോട്ട് പോവാം. അപ്പോൾ അമ്മ പറയാണ് നമുക്ക് എറണാകുളം പോയാലോ. അപ്പോൾ മറ്റേ മോള് പറയുന്നുണ്ട് ഐ want to go to മൂന്നാർ, എനിക്ക് മൂന്നാറിലേക്കാണ് പോകേണ്ടത്. ഐ ഓൾസോ ലൈക്ക് ടു ഗോ ടു മൂന്നാർ, അപ്പോൾ എനിക്കും മൂന്നാറിലേക്കാണ് പോവേണ്ടത്. ഐ ആം ഓൾസോ റെഡി ഇഫ് എവ്രി വൺ അഗ്രീസ്. അപ്പോൾ എന്താണ് അച്ഛൻ പറയുന്നുണ്ട് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ്. യെസ് ദാറ്റ്സ് റൈറ്റ് ദർ ഈസ് പ്ലൻറ്റി ഫോർ സൈറ്റ് സീയിങ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് കറക്റ്റാണ്, അവിടെ ഒരുപാട് കാണാനുണ്ട്. യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ എന്താണ് നമുക്ക് പോവാം. അപ്പോൾ എന്താണ് ഭൂരിപക്ഷ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ ലൈഫിലും എന്തുണ്ട്, ഒരു ഡെമോക്രസി ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഡെമോക്രസി ഇൻ സ്കൂളിലെ ഡെമോക്രസിയാണ്. ചിൽഡ്രൻ ഇറ്റ് ഈസ് ടൈം ഫോർ ദ സ്റ്റഡി ടൂർ ദിസ് ഇയർ, വേർ ഡു യു വിഷ് ടു ഗോ. അപ്പോൾ നേരത്തെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ഡെമോക്രസിയാണ്. ഇനി നമ്മൾ സ്കൂളിലത്തെയാണ്. വാട്ടർ തീം പാർക്ക്, മ്യൂസിയം, തേക്കടി. അപ്പോൾ എന്താണ് എവിടേക്ക് ടൂറ് പോകണമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും എന്താണ് ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറയുന്നത്. Well, then let's organize a trip covering all these places. Okay, we are ready. അപ്പോൾ ടീച്ചർ പറയാണ് നമുക്കൊരു ഇതെല്ലാം ഈ സ്ഥലമെല്ലാം കവർ ചെയ്യുന്ന ഒരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ഓക്കെ, democracy in schools is ensured when children's opinion and interest are taken into consideration and equal opportunities and equality are ensured to them. അപ്പോൾ ഒരു സ്കൂളിൽ ഡെമോക്രസി നടക്കുക എപ്പോഴാണ്, ഈ കുട്ടികളൊക്കെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ താല്പര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ടീച്ചറും അവിടുത്തെ ബാക്കി സ്റ്റാഫും അവിടെ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്, അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക, സ്കൂളിൽ ഡെമോക്രസി നടപ്പാക്കാൻ പറ്റുക. ഇനി അടുത്തത് ഡെമോക്രസി ഇൻ പബ്ലിക് പ്ലേസസ് ആണ്. പബ്ലിക് പ്ലേസസിലെ ഡെമോക്രസി. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ ലൈഫ് ആർ ഷോൺ ഇൻ ദ പിക്ചർ ബിലോ. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു വി സി ഡെമോക്രസി ബീൻ പുട്ട് ഇൻ ടു പ്രാക്ടീസ്. അപ്പോൾ ഇതിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഡെമോക്രസി പ്രാബല്യത്തിൽ കൊണ്ടുവരാറ്. അപ്പോൾ കൂട്ടുകാരൊന്ന് നോക്കുക, എന്നിട്ട് കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കുക. കീപ്പിംഗ് പബ്ലിക് പ്ലേസസ് ക്ലീൻ, റെസ്പെക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ആൻഡ് ഒബേയിങ് public rules are all necessary for leading a democratic lifestyle. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പാലിക്കണം. നമ്മൾ പബ്ലിക് പ്ലേസ് ക്ലീൻ ചെയ്യുക, അതുപോലെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ചെയ്യണം, ബാക്കിയുള്ളവരെ ഇൻട്രസ്റ്റൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ സൈലൻ്റായിട്ടും അല്ല ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കുക. അതുപോലെ പബ്ലിക് റൂൾസൊക്കെ നമ്മൾ ഒബേ ചെയ്യുക. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ലൈഫ് സ്റ്റൈൽ, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം ജീവിക്കാനായിട്ട്. ഇനി കൂട്ടുകാരുടെ കുറച്ച് ഒപ്പീനിയനൊക്കെയാണ്, സജഷൻസൊക്കെയാണ്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കിയിട്ട് യെസ് നോയും മാർക്ക് ചെയ്യുക.
Other than the election of the rulers, democracy needs to be practiced in all walks of life. അപ്പോൾ എന്താണ് റൂളേഴ്സിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഫുൾ എന്ത് ചെയ്യണം, ഡെമോക്രസി പാലിക്കണം. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഈസ് ദാറ്റ് ഈസ് പ്രൊവൈഡ്സ് ദ ഫ്രീഡം ടു ചൂസ് വൺസ് ഫുഡ്, ക്ലോത്തിങ്, പ്രൊഫഷൻ ആൻഡ് ഓൾസോ ദ ലിബർട്ടി ടു എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ. അപ്പോൾ എന്താണ് ഈ ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ അത് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡാണ്, ക്ലോത്ത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡാണ്, അതുപോലെ പ്രൊഫഷൻ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാനുള്ള ഒക്കെ ഉള്ള ഒരു ഫ്രീഡമാണ് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ വെൻ ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ് ടു റിസോഴ്സസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ടു ഓൾ. അതുപോലെ തന്നെ എല്ലാവർക്കും ഈക്വൽ സ്റ്റേറ്റസും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ റൈറ്റും റിസോഴ്സസും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വേണം എന്തിനും, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്കിതിൽ കുറച്ച് നോട്ട്സ് ഉണ്ട്. ഇത് നോട്ട്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.